പക്ഷേ ഉത്തര കൊറിയ ഒരു എന്താണ് ഏകാധിപത്യ നാടാണ്. അവിടെ ഭയങ്കര ഏകാധിപത്യമാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനിടയിൽ കേരളത്തിൽ നിന്ന് ചില നേതാക്കന്മാരൊക്കെ ഉത്തര കൊറിയയിൽ പോയിട്ട് അവിടുത്തെ ചില അനുഭവങ്ങളൊക്കെ മുമ്പ് നമ്മുടെ ഇടതുപക്ഷത്തെ തന്നെ നേതാക്കന്മാരൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട അമേരിക്കയിലെത്തിയ ഒരു യുവതിയുടെ വാക്കുകളാണ്. അതായത് അവിടെ ഒരു എല്ലാ വീടിൻ്റെ ഉള്ളിലും ഈ കിം ജോങ് ഉന്നിൻ്റെ അവിടുത്തെ ഏകാധിപതിയുടെ ചിത്രം വെക്കണം. അങ്ങനെ ചിത്രം വെച്ച് ഒരു പൊടി പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് രാത്രി ഉദ്യോഗസ്ഥർ കടന്നു വന്ന് പൊടി ഉണ്ടോ എന്ന് നോക്കും. പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാറാല പിടിച്ചിട്ടുണ്ടെങ്കിൽ 3 തലമുറയാണ് തടവ്. ഇത്രയും ഭീകരമായ നിയമമാണ്. മാത്രമല്ല വീടിന് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഓടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെയോ അമ്മയോ അച്ഛനെയോ ഒന്നും രക്ഷിച്ചാൽ പോരാ. ആദ്യം രക്ഷിക്കേണ്ടത് ഈ കിമ്മിൻ്റെ ഫോട്ടോ ഛായാചിത്രമാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് തോന്നുമെങ്കിലും സത്യം ഇതാണെന്ന് ആ യുവതി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്ത് ഇങ്ങനെയുള്ള ഏകാധിപതികളുമുണ്ടോ? ഇതൊക്കെ മറ്റ് രാജ്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ UN ഒക്കെ ഉണ്ടല്ലോ. എന്താ മാഷ് തോന്നുന്നത്? അല്ല, UN ഒക്കെ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ട് അണിനിരക്കുകയും ആ ഭരണകൂടത്തെ തന്നെ കശാപ്പുകയും ചെയ്യേണ്ടത്. അത് എങ്ങനെ പറ്റും എന്ന് നമുക്കറിയില്ല. ഇപ്പം നമ്മൾ ഭാഗ്യവാന്മാർ കേരളത്തിൽ ജീവിക്കുന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്നതിൻ്റെ പേരിൽ. കാരണം നമുക്ക് അത്യാവശ്യത്തിന് ജനാധിപത്യമുണ്ട്. ആ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാം. നമ്മുടെ ഇവിടുത്തെ നമ്മൾ പലപ്പോഴും സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുന്ന പിണറായി വിജയനെയും നമുക്ക് വിമർശിക്കാം. നമ്മൾ വിമർശിച്ചതിൻ്റെ പേരിലൊന്നും നമ്മളെ പിടിച്ച് ജയിലിലിടുന്നില്ല. പക്ഷേ ഉത്തര കൊറിയയിലെ വാർത്തകൾ എന്ന് പറയുന്നത് ഭയാനകം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല. അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ്. ഇതാണ് കമ്മ്യൂണിസം എങ്കിൽ ഒരു മനുഷ്യനും കമ്മ്യൂണിസത്തിൻ്റെ അടുത്തുപോലെ എത്താനായിട്ട് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. എന്താണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിക്രൂരമായിട്ടുള്ള രീതിയിൽ തൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർ ഗസ്തപ്പോളായി മാറിക്കഴിഞ്ഞിരിക്കും. ഇവരേത് സമയത്തും വീടിനകത്തേക്ക് കടന്നു വരാം, വീട്ടിൽ കടന്നു വന്ന് പരിശോധന നടത്താം. പരിശോധനയിൽ കിമ്മിനെതിരായിട്ടുള്ള എന്തെങ്കിലും അവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ ആ വീടിൻ്റെ ചുവരുകൾക്ക് പോലും കാതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്ത അപ്പോൾ തന്നെ ഇവരെ ഗസ്റ്റപ്പോൻ്റെ കയ്യിലെത്തുകയും ഈ വീട്ടിൽ താമസിക്കുന്ന ആളുടെ ജീവിതം എന്ന് പറയുന്നത് തടവറയിലല്ല, അത് തീർന്നു പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടുത്തെ സ്ഥിതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുവതി പറഞ്ഞ ഒരു കാര്യം. വീടിനെങ്ങാൻ തീ പിടിച്ച് പോയി കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം വെന്ത് ചാമ്പലായാലും കുഴപ്പമില്ല, കിമ്മിൻ്റെ പടം വെച്ചിരിക്കുന്ന ആ പടം നിർബന്ധപൂർവമായിട്ട് എല്ലാ വീടുകളിലും വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ എല്ലാ വീടുകളിലും വെച്ച് പൂജിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതിൽ പൊടി പറ്റിയിട്ടുണ്ടോ, അതിനഴുക്ക് പറ്റിയിട്ടുണ്ടോ, പരിക്കുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അതിന് ഒരു പരിക്കും ഉണ്ടാകാൻ പാടില്ല. തീ പിടിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോവിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും പറ്റാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ഫോട്ടോ ഓരോ വീട്ടുകാരും അങ്ങനെ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അത് വളരെ കരുതലോടുകൂടി, അതായത് എനിക്ക് തോന്നുന്നത് ഈ തീ പിടിക്കൽ എന്ന് പറയുന്നതായിട്ടുള്ള പ്രക്രിയയിൽ നിന്ന് മുക്തമാകാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ആയിരിക്കണം അത് ഉണ്ടാക്കണം. അതേ പാവങ്ങളുടെ ജീവിതം തീർന്നു പോകുമല്ലേ. അപ്പോൾ ഇത്ര ദുരിതപൂരിതമായിട്ടുള്ള ഒരവസ്ഥയിൽ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഉത്തര കൊറിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വേച്ഛാധിപത്യ സംവിധാനത്തിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അതിനെതിരെ എങ്ങനെ പ്രതികരിക്കാതിരിക്കാനായിട്ട് കഴിയും? നമുക്ക് നമ്മളുടെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരിക്കലും അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതാൻ പോലും പറ്റില്ല. കാരണം നമുക്ക് അതിൻ്റെ വീർപ്പൂട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായി? ആളുകൾ ജീവിക്കുന്നുണ്ടാവും. ആളുകൾക്ക് ഇതിനകത്ത് വലിയ പ്രശ്നം, ഇയാളുടെ പടം വെക്കണതിൽ വീട്ടുകാർക്ക് വലിയ പ്രശ്നമൊന്നും ചിലപ്പോൾ തോന്നില്ല. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അവന് കഴിയുമ്പോൾ മാത്രമാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് രസകരമായിട്ട് അവനെ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളുടെ പ്രശ്നം ഭക്ഷണം തന്നെയാണ്. രണ്ടാമത് നമ്മളുടെ വസ്ത്രത്തെക്കുറിച്ചും, മൂന്നാമത് നമ്മൾ പാർപ്പിടത്തെക്കുറിച്ചും. ഇതാണ് ആദ്യകാലങ്ങളിൽ ഉള്ള വലിയ ചിന്തയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെല്ലാം ഇതിനെക്കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് തീർച്ചയായിട്ടും
അത് പ്രകടമാക്കാൻ കഴിയണം. നമുക്ക് സമൂഹത്തിൽ അംഗീകാരം വേണം, സമൂഹത്തിൽ നമ്മൾ അഭിപ്രായങ്ങൾ പ്രകടമാക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ആത്മഭാവങ്ങളെ മുഴുവനും പ്രകടമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കവിത എഴുതുന്നത്, നമ്മൾ നാടകം എഴുതുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ നൃത്തം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യം അവിടെ സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കവിത എഴുതിയാൽ അത് കിമ്മേ എന്ന് പറഞ്ഞിട്ട് കിമ്മിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതകൾ എഴുതാൻ പറ്റുകയുള്ളൂ. നാടകം കളിച്ചാലും കിമ്മിന് വേണ്ടി നാടകം കളിക്കേണ്ടതായിട്ട് വരും. പ്രസംഗിച്ചാൽ കിമ്മിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്ത് ചെയ്താലും അത് കിം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളങ്ങുന്ന തരത്തിലുള്ള മണിമുഴക്കമായി മാറിയാൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അത്ര ഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ്. എന്നിട്ട് അതിനൊരു പേരും കൊടുത്തിരിക്കുകയാണ്, ദിസ് ഈസ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. മാഷെ ഇതിൽ ഇപ്പോൾ മാഷെ കിം കിം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് മഞ്ജു വാര്യരുടെ ഒരു സിനിമയ്ക്കകത്ത് ഈ കിം 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 തുടങ്ങുന്ന ഒരു പാട്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതുപോലുള്ള ഒരു അവസ്ഥയാണ് അവിടെ. മാത്രമല്ല ഈ ഉത്തര കൊറിയയിൽ ജനിച്ച് വീഴുന്ന ആളുകൾ ഒരു ജയിലിലേക്കാണ് ജനിച്ച് വീഴുന്നത് തന്നെ. അവിടെ നിന്ന് അങ്ങോട്ട് അത് എത്രമാത്രം ക്രൂരമാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം കൂടുതലാണ് എന്നത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. പക്ഷെ ഞാനിപ്പം ആലോചിക്കുന്നത്, മുമ്പ് കേരളത്തിലെ ഒരു കുറച്ച് മന്ത്രിതല സംഘമാണോ അതോ മറ്റെന്തെങ്കിലും ആണെന്നോ എനിക്ക് ഓർമ്മയില്ല, ഒരു പറ്റം ആളുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഉത്തര കൊറിയ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇടത് നേതാവ് പറഞ്ഞത്, അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വലിയ ഏകാധിപത്യമൊന്നുമില്ല, അത് ഈ കമ്മ്യൂണിസത്തോടുള്ള എതിർപ്പ് കൊണ്ട് എല്ലാവരും അങ്ങ് ചിത്രീകരിക്കുകയാണ്, അവിടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നു, അവിടെ നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മര്യാദയ്ക്ക് പോയി തിരിച്ചു വരാൻ കഴിഞ്ഞേക്കും, അത് നയതന്ത്ര ബന്ധത്തിൻ്റെ പുറത്തായിരിക്കും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് മാഷ് പറഞ്ഞതുപോലെ ഇത് ഒരു തരത്തിലും ചേരാത്ത ഒരു ആൾ തന്നെയല്ലേ ഇയാൾ? അല്ല, എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഇതിനൊക്കെ ഇങ്ങനെ കമ്മ്യൂണിസം എന്ന് പേരിടുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അതായത് ലോകത്തൊരിടത്തും കമ്മ്യൂണിസം വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ഇയാൾക്കൊക്കെ ഇങ്ങനെ പേരിട്ട് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അതല്ലാണ്ട് അതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനം കൊടുക്കാനായിട്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മനുഷ്യൻ്റെ ഒരു കണ്ടീഷനിങ് പ്രോസസ്സുണ്ട്, ഇൻ്റലക്ച്വൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ നമുക്കറിയാലോ, ഇവിടെ CPM ആയിക്കഴിഞ്ഞാലും CPM-നകത്ത് പ്രവർത്തിച്ചു പോകുന്ന ഒരാൾ, CPM, RSS, അങ്ങനെ നമ്മൾ ഏതായാലും വളരെ സുസംഘടിതമായിട്ടുള്ള സംഘടനകളെല്ലാം പരിശോധിച്ചാൽ അവരൊക്കെ ഈ അതിൻ്റെ അകത്തേക്ക് ചേരുന്നതായിട്ടുള്ള അംഗങ്ങളെ മുഴുവൻ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെയ്യും. മനോഭാവം അല്ല, കണ്ടീഷനിങ് പ്രോസസ്സാണ്. അത് നമ്മൾ അടിമയായി മാറുകയാണ് ചെയ്യുന്നത് ആ കണ്ടീഷനിങ്. ഈ ഇൻ്റലക്ച്വൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് വളരെ വളരെ മോശമായൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നിയാലും നമ്മൾ വിളിച്ചു പറയില്ല. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ മയ്യഴിയുടെ കഥാകാരൻ എന്നൊക്കെ പറയുന്ന M. മുകുന്ദൻ കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് സർക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു, അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാ എഴുത്തുകാരും സർക്കാരിനൊപ്പം നിൽക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഇടത് സർക്കാരിനൊപ്പം നിങ്ങൾ നിൽക്കണം. അപ്പോൾ ഒരു ട്രോള് കണ്ടാണ്, രാജ്യം ഭരിക്കുന്ന സർക്കാർ വേറെ ഉണ്ടല്ലോ, അവരോടൊപ്പം നിൽക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിൽക്കേണ്ട ആളുകളില്ലേ, അതായത് കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെ നിൽക്കാം. നമ്മളിവിടുന്ന് മാറി ഗുജറാത്തിലാണെന്ന് വിചാരിക്കാം, നമ്മൾ നിൽക്കുന്ന എവിടെയായിരിക്കും, നമ്മൾ BJP-യുടെ കൂടെ. അല്ല, ഇങ്ങനത്തെ മനുഷ്യരാണ് ഇവരൊക്കെ. അതായത് അതാണ് ഈ ഇൻ്റലക്ച്വൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് അധികാരം എവിടെയാണോ ആ അധികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഈ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ നമ്മളതിനെ എതിർത്താൽ സംഭവിക്കുന്നത് എന്താണ്, നമ്മളുടെ ജീവിതം ഒരിക്കലും സുഖകരമായില്ല, നമുക്കൊരു അംഗീകാരം കിട്ടില്ല, നമ്മളെ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് അവർ ഉപദ്രവിക്കും. നമ്മളിപ്പോൾ അതിന് സാധാരണ പറയുന്ന കാര്യമാണ്, കസേര ലഭ്യമല്ല എന്നാ, കസേര കിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തന്നെ സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് കസേര കിട്ടും. ഇപ്പോൾ BJP-കാരന് കസേര കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനുകൾക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ എന്ത് വേണം, കേന്ദ്രം കൊടുക്കണം. CPM-കാരന് ഇത് കേരളത്തിൽ കൊടുത്തോളും, കോൺഗ്രസ്സുകാരന് കോൺഗ്രസിന്റെ ഭരണം വരുമ്പോൾ കിട്ടും. അവാർഡ് കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ അവാർഡിന് വേണ്ടി നടക്കുന്ന എഴുത്തുകാരായി മാറിക്കഴിയുമ്പോൾ അവർക്ക് അതാത് ഭരണകൂടങ്ങളെ പുകഴ്ത്തേണ്ടി വരും. അങ്ങനെ പുകഴ്ത്തുമ്പോൾ മാത്രമാണ് ഇവർക്ക് അംഗീകാരം കിട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും മൂർത്തതും ഏറ്റവും പൈശാചികമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ഉത്തര കൊറിയയിൽ കാണുന്നത് എന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ, അതായത് M. മുകുന്ദൻ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മൂത്ത് കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് ഉത്തര കൊറിയയിലെ കിമ്മിൻ്റെ ഭരണം പോലെ ആയിത്തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മനുഷ്യനായി ജീവിക്കുന്ന ഒരാളും ഒരു അധികാരിയും അങ്ങനെ അമിതമായിട്ടുള്ള രീതി അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അധികാരത്തെ വിമർശിക്കുക, ആ വിമർശനമാണ്
നമ്മളുടെ സർഗാത്മകത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിങ്ങൾ അധികാരത്തിൽ വിമർശിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. കിട്ടാൻ സാധ്യതയുള്ളത് എന്താണ്? ഈ 3 തലമുറയുടെ തടവറ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് അവിടെയും ഇവിടെയും ഒക്കെ കണക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. സോക്രട്ടീസ് എന്ത് ചെയ്ത്? സത്യം പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ കൊടുത്തവർ? അന്ന് വളരെ ഏതൻസ് എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ വലിയ വാതിൽ തുറന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അവർ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ദൈവങ്ങളെ അംഗീകരിക്കാത്തതായിട്ടുള്ള സോക്രട്ടീസിനെ വിഷം കൊടുത്തു പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് അന്ന് മുതൽ ഇന്നും തുടരുന്ന പ്രക്രിയയാണ്. വ്യത്യാസം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. അതിൻ്റെ രൂപഭാഗ രീതികൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഗലീലിയോയെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അതെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു ചുറ്റുപാട് ജീവിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച മനുഷ്യരാണ്. നമ്മൾ ഉത്തരകൊറിയയിൽ ജനിച്ചില്ലല്ലോ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നമ്മൾ കണക്കാക്കുക. കാരണം അതിനൊക്കെ എതിരെ മനുഷ്യർക്ക് നിൽക്കാനും ജീവിക്കാനും അസാധ്യമാണ് എന്നുള്ളതാണ്. അത്ര കരാള ഭീകര രൂപമായിട്ട് ഭരണകൂടം മാറുകയാണ് ചെയ്യുന്നത്. ഏത് ഭരണകൂടവും അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ ചീത്തയാണ്, മനുഷ്യരെ നിങ്ങൾ കേട്ടോളൂ എന്ന് നമ്മൾ മനുഷ്യരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെയൊക്കെ ഒരു ജീവിതം മോശമായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. തീർച്ചയായും ഏത് ഭരണകൂടമാണെങ്കിലും നിരന്തരമായ ശബ്ദങ്ങൾ വരണം. അതെ.